ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളെവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്തു. ഒരിക്കൽ കൂടി തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പേർ വെളിപ്പെടുത്താത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ബ്രദറാണ്. അറിയാം, തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് തൻ്റെ UK-യിലായിരിക്കുന്ന മകൾക്ക് കുടുംബജീവിതത്തിൽ വലിയ സമാധാനവും വലിയ സന്തോഷവും വെളിപ്പെട്ട് വരേണ്ടതിനായി, അവർ കുടുംബമായി ഒരുമിച്ച് മുൻപോട്ട് പോകേണ്ടതിനായി പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ ബാംഗ്ലൂരിലായിരിക്കുന്ന തൻ്റെ മകന് 12 വർഷം കഴിയുകയാണ്. ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയുടെ വിടുതൽ ലഭിക്കേണ്ടതിനായിട്ട്, അവർക്കൊരു തലമുറ ലഭിക്കേണ്ടതിനായി എത്ര പേർ എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? അതേപോലെ തന്നെ ഈ പ്രിയ ബ്രദറിന് ശാരീരികമായി മാനസികമായി ഇവർ കുടുംബമായി വലിയ വിടുതലും സമാധാനവും അനുഭവിക്കേണ്ടതിനായി, സന്തോഷം അനുഭവിക്കേണ്ടതിനായി എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കും? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയരെ, കർത്താവിൻ്റെ വലിപ്പം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. വിശ്വസിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കണ്ണുകൾ അടച്ചട്ടെ. നിങ്ങളും ഇപ്പോൾ ദൈവത്താൽ മാനിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളും ഞാനും ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോവുകയാണ്. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ നിങ്ങൾ വിശ്വസിച്ചാണ് കണ്ണുകളൊന്ന് അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പ്രിയപ്രദനായിട്ട് 2 തലമുറകൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. UK-യിലെ ആ മകൾക്കും കുടുംബത്തിനും അസാധാരണമായ ഒരു സമാധാനം, വലിയ വിടുതൽ അവിടെ വെളിപ്പെടണമേ അപ്പ. ഞങ്ങൾക്കത് കേൾക്കാൻ കഴിയുന്ന രീതിയിൽ കർത്താവെ അങ്ങയുടെ മഹത്വത്തെ വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവെ, ബാംഗ്ലൂരിലുള്ള മകൻ ദൈവത്തെ അറിഞ്ഞ് ആരാധനയ്ക്ക് പോയി അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൊടുത്തുകൊണ്ട് അങ്ങ് മാനിക്കണമേ അപ്പ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, പ്രിയ ബ്രദറിനും വൈഫിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടണം, അവരുടെ സമാധാനം സന്തോഷം വർദ്ധിക്കണം, അവർക്കുള്ള വിടുതലുകൾ വർദ്ധിക്കണം അപ്പ. കർത്താവെ, അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അവരെ ഒരു പ്രോപ്പർട്ടി കേസിനകത്തുനിന്ന് പൂർണ്ണ വിടുതൽ അവർക്ക് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ശത്രുതയും മാറണമേ അപ്പ. ദൈവം ഇവരെ മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവർക്ക് വേണ്ടി വെളിപ്പെടണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങൾ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. വലിയവനായ ദൈവം എന്നെ സഹായിച്ച എല്ലാ വഴികൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ അല്ല, കർത്താവിൻ്റെ കരമാണ് ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ എന്നെ സഹായിക്കുന്നു. ആ നിലയിൽ നിന്നുകൊണ്ട് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളിപ്പോൾ സൗഖ്യമാകും. കാരണം വചനം എന്ന സത്യം നമ്മോട് പറയുകയാണ്, സത്യം സാഹചര്യത്തെ ജയിക്കും. ഹല്ലേലൂയ. സാഹചര്യം നമ്മുടെ മുമ്പിൽ നമ്മെ രോഗിയാക്കിയിട്ടുണ്ടാകാം, നമ്മെ കടഭാരത്തിലാക്കാം, നമ്മുടെ ജീവിതത്തിനകത്ത് വിഷമങ്ങളും വേദനയിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. എന്നാൽ വചനം എന്ന സത്യം നമ്മോട് പറയുന്നു, അവൻ്റെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ആ നിലകളിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ കണ്ണുനീര് തുടയ്ക്കുന്ന, ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ വിഷയത്തിനകത്ത് കരം പിടിച്ച് ഉയർത്തുന്ന ആ വലിയവനായ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതാ സത്യം നിങ്ങളിലേക്ക് വെളിപ്പെടാൻ പോവുകയാണ്. സത്യമാണ് നമ്മെ സ്വതന്ത്രമാക്കാൻ പോകുന്നത്. വാസ്തവമായിട്ടും യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 36-ാമത്തെ വാക്യം പറഞ്ഞു, സാക്ഷാൽ പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സ്വതന്ത്രരായി മാറും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ സത്യം ഒരാൾ അറിയുമ്പോൾ സത്യം ഒരാൾക്ക് സ്വാതന്ത്ര്യം വരുത്തും. ആ സത്യം എന്ന് പറയുന്നത് യേശു കർത്താവാണ്. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമെന്ന് നമ്മോട് ദൈവം പറഞ്ഞെങ്കിൽ വിശ്വസിക്കുക. ഇന്നീ വചനം കേൾക്കുമ്പോൾ നമ്മൾ സത്യം അറിയുകയാണ്. സത്യം നമ്മെ സ്വതന്ത്രമാക്കുകയാണ്. വചനത്തിൻ്റെ ശക്തി നമ്മുടെ മേളിൽ നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ അകത്തുള്ള മനുഷ്യനെ ഒന്ന് ചലിപ്പിക്കാൻ പറ്റുമെങ്കിൽ, നമ്മുടെ അകത്ത മനുഷ്യനിലാണ് ദൈവകൃപ വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. റോമാലേഖനം വ്യക്തമായി അത് നമ്മോട് സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു, നാം ദൈവത്തിൻ്റെ മക്കളെന്ന്. ആ നിലയിൽ നിന്നുകൊണ്ട് ദൈവവൈതൽ എന്നുള്ള ഉറപ്പിൽ നാം ദൈവത്തിൽ നിന്നുള്ള നന്മകൾ, ഹല്ലേലൂയ. കാരണം ഞാനും നിങ്ങളും ആത്മീകരാണ്. അറിയാം, ദൈവം ആത്മാവാകുന്നു എന്ന് വ്യക്തമായി പഠിപ്പിക്കുന്നു. ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. എന്നെ കേൾക്കുന്നവരെ, ഒരാത്മീക ചലനത്തിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആത്മീക നിറവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. കാരണം ദൈവം നമ്മുടെ അകത്തേക്ക് നന്മകൾ പകരാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ ദൈവികമായ ചില വിടുതലുകൾ നമുക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ടെന്ന് ബൈബിൾ നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു. എങ്കിലും യേശു കർത്താവ് പറയാണ്, നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും
ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ ജയിക്കുന്നവൻ്റെ കരമാണ് നമ്മുടെ മേളിൽ വെളിപ്പെട്ട് വരുന്നത്. ആ നിലയിൽ നിൽക്കുന്നവരുണ്ടെങ്കിൽ പലരും എന്നെ കേൾക്കുന്നവരിങ്ങനെ പറയാറുണ്ട്, ഞാൻ ഈ ലോകത്തിലെ ഭയങ്കര കഷ്ടപ്പാടിലാണ്, വിഷമത്തിലാണ്, വേദനയിലാണ്. പക്ഷെ ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയാം, കടലിൽ നാം തിരിച്ചറിഞ്ഞിട്ടില്ലേ? കടലിൽ എത്ര മത്സ്യമുണ്ടെന്ന് എനിക്ക് നിങ്ങൾക്കും അറിയത്തില്ല, സയൻസിനും അത് ഇതുവരെയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കർത്താവ് പത്രോസിനു വേണ്ടി ആ കടലിലെ ഒരു മത്സ്യത്തിൻ്റെ വായിൽ കരുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്ക്, എൻ്റെ ദൈവം കരുതുന്നവനാണ്. ഒന്നുകൂടെ ഒന്ന് പറയാം, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ഒരു ശക്തിക്കോ ഒരു പാപത്തിനോ ഒരു പ്രശ്നത്തിനോ നിന്നെ തൊടാതെ വണ്ണം ദൈവത്തിന് നിന്നെ കാക്കാൻ കഴിയും. കാരണം ഹല്ലേലൂയ, ഈ സമുദ്രത്തിലെ മത്സ്യങ്ങൾ അറിയാം വലിയ ഉപ്പുവെള്ളത്തിലാണ് കിടക്കുന്നത്. പക്ഷേ ആ ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മത്സ്യത്തിനൊന്നും ഉപ്പ് പിടിക്കുന്നില്ല. അറിയാം, എന്നെ കേൾക്കുന്ന സഹോദരിമാർ വ്യക്തമായത് ശ്രദ്ധിച്ചേ, നിങ്ങൾ മത്സ്യം മേടിച്ച് വീട്ടിൽ കറി വയ്ക്കുന്നവരാണ്. പക്ഷേ ഇത്രയും ഉപ്പുള്ള വെള്ളത്തിൽ കിടന്നാലും നിങ്ങൾ അത് കഴുകി വൃത്തിയാക്കി അറിയാം കറി വയ്ക്കുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ആഡ് ചെയ്യേണ്ടതാണ്. ഹല്ലേലൂയ. കാരണം ആ മത്സ്യത്തിൻ്റെ പുറമെയോ ഉള്ളിലോ ഉപ്പ് പിടിച്ചിട്ടില്ല. ഞാൻ ഇതേപോലെ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ലോകത്തിലുള്ള ഒരു പ്രശ്നവും ദൈവവൈതലിനെ തൊടാതെ വണ്ണം ദൈവത്തിന് നിങ്ങളെ കാക്കാൻ കഴിയും. എൻ്റെ ദൈവത്തിന് നിങ്ങളെ മുമ്പോട്ട് നടത്താൻ കഴിയും. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മളെ പ്രാപ്തരാക്കുകയും നമ്മെ മുൻപോട്ട് നടത്തുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന ദൈവത്തിന്റെ വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. അതിൻ്റെ 4-ാമത്തെ വാക്യം പറയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. 119-ാം സങ്കീർത്തനം 105-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വചനത്തിന്റെ ശക്തി എന്നെ നിങ്ങളെ മുമ്പോട്ട് നടത്താൻ പോവുകയാണ്. GPS നടത്തുന്നത് പോലെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒന്ന് സ്തുതിച്ചു തുടങ്ങി. എൻ്റെ ദൈവത്തിന്റെ വലിയ ഫേവർ, എൻ്റെ ദൈവത്തിന്റെ വലിയ കരം ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ ഫേവറിനായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് വലിയ വിടുതലുകൾ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മെ മുമ്പോട്ട് വഴി നടത്തുമെന്നും അറിയാം. നമുക്ക് പാതയ്ക്ക് പ്രകാശമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിനകത്ത് വെളിച്ചം ഇരുളിനെ നീക്കുന്നതാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. 119-ാം സങ്കീർത്തനം 130-ാമത്തെ വാക്യം പറയുന്നു, നിന്റെ വചനത്തിന്റെ വികാസനം പ്രകാശപ്രദമാകുന്നു, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് പറ, അത് അല്പബുദ്ധികളെ ബുദ്ധിമാന്മാരാക്കും. ആ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഒരു നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, നിറവിന് വേണ്ടി ആഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ശ്രദ്ധിച്ചാൽ, നിങ്ങൾ ആഴമായി ശ്രദ്ധിക്കാമെങ്കിൽ ദൈവവചനത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ശൂന്യതകളെ നിറവാക്കുന്ന ദൈവത്തിന്റെ വചനം. ഹല്ലേലൂയ. ശൂന്യതകളെ പണിയുന്ന ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ മഹത്വത്തിന്റെ ആഴങ്ങളാണ് നമ്മൾ ഈ തൊടുന്നത്. ഹല്ലേലൂയ. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിക്കാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവന്റെ നിറവ് എന്നെ കേൾക്കുന്ന ഭവനങ്ങളിലെ ശൂന്യതകളെ മാറ്റാൻ പോവുകയാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിനും ഇത് ഇരുളായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കെ, ഭൂമിയിൽ ആദ്യമുണ്ടായിരുന്ന 3 അനുഭവങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടിയാണെങ്കിലും അറിയാം, ഈ ഭൂമിയിൽ ആഴമായി വ്യക്തമായി വെളിപ്പെടുത്തുന്നു. 1, ഭൂമി പാഴായിരുന്നു; 2, ശൂന്യമായിരുന്നു; 3, ഇരുളായിരുന്നു. എന്നാൽ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോഴും എന്നെ കേൾക്കുന്ന വിശ്വസിക്കുന്നവരുടെ അടുക്കലേക്ക് ദൈവത്തിന്റെ വചനം വെളിപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട ഈ തിരുവചനം നിങ്ങൾ ആമേൻ എന്ന് പറയുമ്പോൾ, വിശ്വാസത്തിൽ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ റൂഹ, സൃഷ്ടിപ്പിന്റെ ആത്മാവ് നിങ്ങളിൽ ചലിക്കുകയാണ്. ഹല്ലേലൂയ. ഇതാ വെള്ളത്തിന് മേളിൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. ഭൂമിയുടെ പാഴായ ശൂന്യമായ ഇരുളായ അനുഭവത്തിന്റെ നടുവിൽ വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ വചന സന്ദേശം നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു നിറവ് സംഭവിക്കാൻ പോകുന്നു. നിങ്ങളുടെ ശൂന്യതകൾ മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. ദൈവത്തിന്റെ മഹത്വത്തെക്കുറിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ ഇതാ യേശയ്യാവ് 6-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം പറയുകയാണ്: ദൈവത്തിന്റെ മഹത്വം സ്വർഗത്തിലും ഭൂമിയിലും നിറഞ്ഞു നിൽക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവ മഹത്വത്തിന്റെ നിറവിനെ കുറിച്ച് ഒരു 3 വാക്യങ്ങൾ വേഗത്തിൽ ഒന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം: ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഇതാ ദൂതന്മാർ സ്വർഗത്തിൽ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്ന് അവർ വിളിച്ചു പറഞ്ഞു, ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇങ്ങനെ ഒരു ആർപ്പ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയുന്നു, അവന്റെ മഹത്വം കൊണ്ട് ഇതാ ഭൂമി നിറഞ്ഞു നിൽക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ നിറവിനെയാണ്
ഇപ്പോൾ ഈ വചനത്തിനകത്ത് നമ്മൾ ശ്രദ്ധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത്. അങ്ങനൊന്ന് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആമേൻ പറഞ്ഞു തുടങ്ങുക. ഈ മഹത്വം നിങ്ങളുടെ വീട്ടിനകത്ത് വെളിപ്പെടട്ടെ, ആ വെളിച്ചം കയറട്ടെ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ട് വരട്ടെ. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഹബൂഖ് പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക്, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഹബൂഖ് പ്രവാചകൻ എഴുതുന്നത്. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ. എന്തുകൊണ്ടാണ് സമുദ്രം ഇത്ര സൗന്ദര്യമായി തീരുന്നതെന്ന് വെച്ചാൽ ആ വെള്ളത്തിൻ്റെ നിറവാണ്. ഇന്ന് ഈ നിറവ് നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെട്ടാൽ, ഇന്ന് ഈ നിറവ് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, ദൈവികമായ ശക്തിയും ദൈവികമായ സൗന്ദര്യം നിങ്ങളുടെ മേലിൽ വെളിപ്പെടാൻ പോവുകയാണ്. മഹത്വം ഒരിടത്ത് വെളിപ്പെട്ടാൽ മഹത്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവിടെ ദൈവത്തിൻ്റെ ബ്യൂട്ടി വെളിപ്പെടാൻ തുടങ്ങും, ദൈവത്തിൻ്റെ സൗന്ദര്യം വെളിപ്പെടാൻ തുടങ്ങും. കാനാവിലെ കല്യാണ വീട്ടിൽ മഹത്വം വെളിപ്പെടുമ്പോൾ വാസമായിട്ടും ആ വീട്ടിലെ വിരുന്നുവാഴി പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഇത്രയും രുചിയുള്ള, ഇത്രയും നല്ലൊരു വീഞ്ഞ് ഞാൻ രുചിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇതേപോലെ നിങ്ങളുടെ വീട്ടിനകത്തൊരു നിറവ് സംഭവിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു നിറവ് സംഭവിച്ചാൽ ആ പട്ടണത്തിന് നിങ്ങളൊരു അതിശയമായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു അതിശയമായിരിക്കും. ഞാൻ ആഴമായി തുടങ്ങിയ ഭാഗം ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഇതാ എൻ്റെ ദൈവം പാഴും ശൂന്യവുമായ ഭൂമിയെ വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിറവിലേക്ക് കൊണ്ടുവരികയാണ്. ആ നിറവ് ആദ്യത്തെ 6 ദിവസങ്ങൾ കൊണ്ട് ഇതാ വലിയ വലിപ്പത്തിലേക്ക് വരികയാണ്. സെറ്റിപ്പുകൾ സംഭവിക്കുകയാണ്. അങ്ങനെ സെറ്റിപ്പുകൾ വന്ന് ഇതാ പാഴായ ശൂന്യമായ ഭൂമി ഏദൻ പൂങ്കാവനമായി മാറുകയാണ്, ഏദൻ പർദീസയായി മാറുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഇതാ നിങ്ങളെ ഒരു വലിയ സൗന്ദര്യത്തിലേക്ക്, നിങ്ങളെ ഇതാ ഒരു വലിയ അത്ഭുതത്തിലേക്ക് നടത്തുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ചു പറ, ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ നിറയട്ടെ, ദൈവത്തിൻ്റെ നിറം എന്നിൽ വെളിപ്പെട്ട് വരാൻ തുടങ്ങട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു വാക്യം കൊണ്ട് നമ്മളത് ചിന്തിക്കുകയാണ്. 72-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം, അവൻ്റെ മഹത്വമുള്ള നാമം എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ, ഭൂമി മുഴുവൻ അവൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോൾ അറിയ ഇതാ ഭൂമി മുഴുവൻ അവൻ്റെ മഹത്വം കൊണ്ട് നിറയുകയാണ്. ഒന്ന് നിറവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിറവിന് വേണ്ടി ഏൽപ്പിച്ചാട്ടെ. ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ പാഴായ ശൂന്യമായ ഒരു അനുഭവത്തിലായിരിക്കാം ശ്രദ്ധിക്കുന്നത്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ശൂന്യതകളെ മാറ്റുന്ന, ഏദൻ പൂങ്കാവനം ഉണ്ടാക്കാൻ കഴിയുന്ന ആ നിറവിന് വേണ്ടി ഒന്ന് ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങളുടെ ഭവനം പണിയപ്പെടാൻ പോവുകയാണ്. ഇതാ സങ്കീർത്തനക്കാരൻ പറയാണ്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുകയാണ്. ആ പണിയുവാനായിട്ട് ആ നിറയ്ക്കുവാനുള്ളവൻ്റെ കയ്യിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കാൻ പറ്റുമോ? അമ്മ മറിയ വന്ന് കാനാവിലെ കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയാണ്, ഇവിടെ വീഞ്ഞു തീർന്നു പോയിരിക്കുകയാണ്, ഇവിടെ എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ എന്നെ അതിശയിപ്പിച്ച 2 വാക്യങ്ങൾ അതിനകത്ത് നിന്ന് വായിക്കാൻ പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു. 7-ാമത്തെ വാക്യം, യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇന്ന് ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ആഴത്തെ തിരിച്ചറിയുക. എന്നെ കേൾക്കുന്നവരെ, എൻ്റെ ദൈവം നിറവെൻ്റെ ദൈവമാണ്. ആ നിറവിലേക്ക് നമ്മൾ വരാൻ പറ്റിയാൽ നമ്മൾ പലതിനെയും ജയിക്കാൻ പോവുകയാണ്. ആ വീട്ടിലെ ഇല്ലായ്മയുടെ നടുവിൽ തീർന്നതിൻ്റെ അനുഭവത്തിനകത്ത് ഇതാ എൻ്റെ യേശു കർത്താവ് പറയുന്നു, അവിടെ 6 കൽപ്പാത്രങ്ങൾ കണ്ടു. ശുദ്ധീകരണ നിയമത്തിലുള്ള കൽപ്പാത്രങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഈ കൽപ്പാത്രം ഒരുപക്ഷെ നാളുകളായി വെലുകൊള്ളുന്നു. കാരണം വീട്ടിനകത്തിരിക്കാൻ സ്ഥാനമില്ലാത്തതാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേപോലെ തള്ളപ്പെട്ട, ഇതേപോലെ ഉപേക്ഷിക്കപ്പെട്ട ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതം നിറവാകാൻ പോവുകയാണ്, നിന്റെ ജീവിതം അത്ഭുതമാകാൻ പോവുകയാണ്. ഇതാ ശുദ്ധീകരണ നിയമമുള്ള കൽപ്പാത്രങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തതിനകത്ത് ഇതാ വെള്ളം നിറപ്പിനെന്ന് പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോൾ ആ നിറവിന് വേണ്ടി ഏൽപ്പിക്കുക. എന്നിൽ ആ നിറവ് സംഭവിക്കട്ടെ. അവൻ്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചു. കർത്താവേ, അങ്ങയുടെ നിറവ് എൻ്റെ മേളിൽ വരണമേ, അങ്ങയുടെ അത്ഭുതം എൻ്റെ മേളിൽ വരണമേ, എന്നെ ഒന്ന് അതിശയമാക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇതാ കൽപ്പാത്രങ്ങളിൽ അവർ വക്കോളം നിറച്ചു. ഹല്ലേലൂയ. വെള്ളം വക്കോളം നിറയ്ക്കുകയാണ്. അങ്ങനൊരു നിറവ് വന്നാൽ നിറയപ്പെടുന്നവരെയാണ് ദൈവം ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങൾ പകുതിയായെന്നോ അല്ലെങ്കിൽ ജീവിതത്തിനകത്ത് എങ്ങും എത്തിയില്ലെന്നോ ഒക്കെ പറഞ്ഞു നിൽക്കാതെ ആത്മാവിൽ നിറയാൻ തയ്യാറാക്കുക, ദൈവത്തിൻ്റെ മഹത്വത്തിൽ നിറയാൻ തയ്യാറാക്കുക. ഇതാ നിറവിൻ്റെ ശക്തി നിങ്ങളെ തൊടുകയാണ്. ആ നിറവ് നിങ്ങളുടെ മേലിൽ വരികയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ നിറവിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആത്മാവിൻ്റെ നിറവ്, ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മിൽ അധികമായി
അത്ഭുതമായി വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ ആ സ്നേഹം നമ്മിൽ നിറയട്ടെ. ഇപ്പോൾ തന്നെ ആ നിറയുന്നതാണ് അത്ഭുതമായി മാറാൻ പോകുന്നത്. ഇപ്പോൾ എന്നെ കേൾക്കുന്നവരെ, ഞാൻ ആഴമായ ഒരു ചിന്ത നിങ്ങളോട് കൈമാറുകയാണ്. നമ്മൾ എന്താണ് പറയുന്നതെന്നുള്ളത് ശ്രദ്ധിക്കണമേ. നമ്മൾ പരാതി പറയുന്നവരാണോ? നമ്മൾ നിരാശ പറയുന്നവരാണോ? നമ്മൾ കുറ്റം പറയുന്നവരാണോ? നമ്മൾ ഭയപ്പെടുന്നവരാണോ? കാരണം അത് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അത് വെളിപ്പെട്ട് വരുന്നത്. യേശു തൻ്റെ മുമ്പിൽ നിന്ന് പരീക്ഷന്മാരോട് പറഞ്ഞൊരു പദമുണ്ട്, ഹൃദയം നിറയുന്നതാണ് വാ പ്രസ്താവിക്കുന്നത്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് വിശ്വാസത്തോടെ പറ, ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ വചനം നിറയുകയാണ്, അവൻ്റെ സ്തുതി എന്നിൽ നിറയുകയാണ്, അവൻ്റെ അഭിഷേകം എന്നിൽ നിറയുകയാണ്. ആ നിറവിനകത്ത് നിന്നുകൊണ്ട് അങ്ങനെ ഒന്ന് നിറയാൻ പറ്റിയാൽ നിന്നിൽ നിന്ന് വെളിപ്പെടുന്നത് ദൈവമഹത്വമായിരിക്കും. നിന്നിൽ നിന്ന് വെളിപ്പെടുന്നത് വലിയ വിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ഹൃദയം നിറയുന്നത് വാ പ്രസ്താവിക്കുകയാണ്. ആത്മാവിൽ നിറയുക. നിങ്ങൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇതാ വക്കോളം നിറച്ചു. വക്കോളം നിറയുന്ന നിറവിനകത്ത് നിൽക്കുന്ന ചിലർ നോക്കി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങളൊരു അത്ഭുതമാകാൻ പോകുകയാണ്. ആ കൽപ്പാത്രത്തിൽ നിറച്ചിരിക്കുന്നത് മണവും ഗുണവും നിറവുമില്ലാത്ത പച്ചവെള്ളമാണ്. പക്ഷേ ആ വക്കോളം നിറച്ചുകൊണ്ട് ഇതാ അവർ സ്റ്റെപ്പുകൾ വയ്ക്കുമ്പോൾ ആ പച്ചവെള്ളം ഏറ്റവും ഗുണമുള്ള വീഞ്ഞായി തീരുകയാണ്. അതിൻ്റെ കളർ മാറുകയാണ്. ഞാൻ ആത്മാവിൽ ചിലർ നോക്കി ദൂത് പറയുകയാണ്, നിങ്ങൾ ആ കിടക്കയിൽ കിടന്ന് തീരേണ്ട ആളല്ല, നിങ്ങൾ ആ കടബാധയിൽ ഒതുങ്ങേണ്ട ആളല്ല, നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാം തീർന്നെന്ന് പറയേണ്ട ആളല്ല. ഇതാ അഭിഷേകം നിങ്ങളെ തൊടാൻ തുടങ്ങുകയാണ്. ദൈവത്തിൻ്റെ ശക്തി നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരികയാണ്. അസാധാരണമായ ഒരു നിറവ് ഇപ്പോൾ നിങ്ങളെ തൊട്ടു തുടങ്ങിയാണ്. എവിടെ നിന്നാണോ നിങ്ങൾ ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ശൂന്യതയിൽ നിരാശയിൽ കരഞ്ഞു തീരേണ്ട ആളല്ല. നിങ്ങളെ ദൈവം ദൈവിക നിറവിലേക്ക് കൊണ്ടുവരികയാണ്. നിങ്ങളൊരു ആത്മാവിൻ്റെ നിറവ് കാണാൻ പോവുകയാണ്. അത്ഭുതകരമായ വിടുതലിലേക്ക് വരാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ സന്തോഷത്തോടെ സ്തുതിച്ചു തുടങ്ങുക. ആ സ്തുതിയുടെ നദിയിൽ നിങ്ങൾ ഇറങ്ങുക. ഹല്ലേലൂയ. ഇതാ പ്രവാചകൻ പറഞ്ഞതുപോലെ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്തൊരു നിറവ്. ആത്മാവിൻ്റെ നിറവിലേതാ ആരോ ഇറങ്ങുകയാണ്. ആത്മനദിയിലേക്ക് ആരോ ഇറങ്ങുകയാണ്. അങ്ങനെ ഒരു നിറവ് വന്നാൽ നിന്റെ പ്രശ്നങ്ങൾക്ക് നിന്നെ തൊടാൻ പറ്റാതാകും. ഇതാ നീ നിന്റെ പ്രശ്നങ്ങളെ ജയിക്കാൻ പോകുകയാണ്. നിന്റെ വിഷയത്തെ ജയിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ ആത്മനിറവിനെ ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ ജീവിതത്തിനകത്ത് നിരാശകൾ പാടെ മാറുകയാണ്. വിഷമത്തിന്റെ സീസണുകൾ മാറുകയാണ്. അവർ പ്രകാശിക്കാൻ പോകുന്നു. അവർ എഴുന്നേറ്റ് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ നിന്റെ സീസൺ ആരംഭിക്കുകയാണ്. നിന്റെ ജീവിതം ആരംഭിക്കുകയാണ്. നിനക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ കർത്താവ് ചെയ്യുകയാണ്. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ഇതാ ആത്മനിറവ് ചലിക്കുന്നു. ദൈവത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെട്ട് വരികയാണ്. അതേ നിലയിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒരു കാര്യം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല കേട്ടോ. ശൂന്യമായ പടകുമായിട്ട് നിരാശയോടെ നിൽക്കുന്ന ആ പത്രോസിന്റെ മുമ്പിലേക്ക് യേശു കർത്താവ് വരികയാണ്. അവന്റെ പടകാണ് യേശു തിരഞ്ഞെടുത്തത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എല്ലാം തികഞ്ഞവരെ അല്ല ദൈവം അന്വേഷിക്കുന്നത്, പാപികളെയും അല്ലെങ്കിൽ ശൂന്യമാക്കപ്പെട്ടവരെയും ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അന്വേഷിക്കുക. എന്തിനെന്ന് ചോദിച്ചാൽ നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ, നിന്റെ ശൂന്യതകളെ മാറ്റാൻ, നിനക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എന്റെ കൂടെ ചേർത്തുകൊണ്ടെന്ന് പ്രാർത്ഥിക്കുക. ഇതാ ദൈവത്തിന്റെ നിറവിനായി ആഗ്രഹിക്കുന്നവർ. പത്രോസിന്റെ പടകിനകത്ത് കയറിയവൻ അവന്റെ പടകിനെ നിറയ്ക്കുകയാണ്. ആ വല നിറഞ്ഞു. അടുത്ത പടകുകളെ കൂടെ വിളിക്കുകയാണ്. കാരണം ആ നിറവിന്റെ ശക്തി പത്രോസിൽ മാത്രമല്ല അടുത്ത പടകളിലും വെളിപ്പെട്ട് വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഇതാ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ശൂന്യതകൾ മാറി നിങ്ങൾ അത്ഭുത നിറവുകളിലേക്ക് വരികയാണ്. മറ്റുള്ളവർക്ക് നിങ്ങൾ ഒരു അനുഗ്രഹമായി മാറുകയാണ്. നിങ്ങൾ പഴയ നിയമം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയ പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശയോട് വന്ന് പറയുകയാണ്, എൻ്റെ 2 മക്കളെ കടക്കാരിതാ കൊണ്ടുപോകാൻ പോകുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങളുടെ കടത്തിൽ നിന്നൊരു നിറവ് സംഭവിക്കാൻ പോകുകയാണ്. അത്ഭുതകരമായ സാമ്പത്തിക വിടുതലുകൾ സംഭവിക്കാൻ പോകുന്നു. നിന്റെ കടബാധ്യതകളും ശൂന്യതകളും മാറ്റുന്ന ഒരു നിറവ് നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. പ്രതികരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രതികരിക്കുക. ഇതൊരു പ്രവാചക സന്ദേശമാണ്. അല്ലെങ്കിൽ പ്രവാചകൻ പറയുകയാണ്, നിന്റെ കയ്യിൽ എന്താണുള്ളത്? അവൾ പറഞ്ഞു, 1 ഭരണി എണ്ണ മാത്രമാണുള്ളത്. പ്രവാചകൻ പറഞ്ഞു, വീട്ടിൽ ചെന്നിട്ട് വാങ്ങാവുന്ന പാത്രങ്ങൾ മുഴുവൻ വാങ്ങുക, ഒഴിഞ്ഞ പാത്രങ്ങൾ വാങ്ങുക. എന്നിട്ട് നീയും നിന്റെ മക്കളും അകത്ത് കയറി കഥ കടക്കുക, ആ പാത്രങ്ങളെ നിറയ്ക്കുക. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ നിറവിന്റെ ശക്തി അസ്ഥികളെ എഴുന്നേൽപ്പിക്കുന്ന, ആ താഴ്വരയിൽ നിന്ന് അസ്ഥികളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു നിറവിന്റെ ശക്തി ഇതാ വചനത്തിലൂടെ നിങ്ങളുടെ മേലിൽ വെളിപ്പെട്ട് വരികയാണ്. ഇന്ന് എന്നെ കേൾക്കുന്നവരോട് ഞാൻ നിങ്ങളിലേക്ക് ഒരു പ്രവാചക ശബ്ദം കൈമാറുകയാണ്. നിങ്ങൾ താഴ്വരയിൽ കുഴികൾ കുഴിക്കുവിൻ. നിങ്ങൾ കാറ്റ് കാണത്തില്ല, മഴ കാണത്തില്ല, എന്നാൽ താഴ്വര വെള്ളം കൊണ്ട് നിറയാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെ നടക്കുമെന്നുള്ള ചോദ്യങ്ങളുമായി നിൽക്കരുത്. ഇതാ എൻ്റെ ദൈവത്തിന് എങ്ങനെയും നിന്നെ നിറയ്ക്കാൻ പറ്റും, എൻ്റെ ദൈവത്തിന് എങ്ങനെയും നിന്നെ മാനിക്കാൻ പറ്റും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ കൈ പിടിച്ചുയർത്തി മന്ത്രതലത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇതാ നിറവിന്റെ ശക്തി നിന്നെ തൊടാൻ പോവുകയാണ്. ആ നിറവ് നിന്റെ മേളിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ മഹത്വത്തിന്റെ നിറവ് ചലിക്കട്ടെ. അത്ഭുതകരമായ ഒരു വിടുതൽ അത് നിങ്ങളിലേക്ക് വരികയാണ്. ഞാൻ ഈ പദം പറയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നിങ്ങൾ നിറവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കണ്ണുകളെ,
നിങ്ങളുടെ നാവിനെയൊക്കെ സൂക്ഷിക്കാൻ ഇന്നു മുതൽ തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. കാരണം നമ്മൾ നിറഞ്ഞവരാണ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഈ മൺപാത്രങ്ങൾ, ഈ മൺകൂടാരത്തിൽ അത്രയും നിറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനോട് പറഞ്ഞാട്ടെ, മേക്ക് മീ ലോഡ്, എന്നെ പണിയണമേ, എന്നെ ഒരുക്കണമേ. ഹല്ലേലൂയ. മോൾ മീ ലോഡ്, എന്നെ ഒന്ന് പണിയണമേ അപ്പാ. അങ്ങനെ ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കാമെങ്കിൽ തെല്ലിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കാൻ പോവുകയാണ്. നീ നിറവിലേക്ക് വരാൻ പോകുന്നു. നിന്റെ ശത്രുക്കൾക്ക് മുമ്പിൽ അവൻ മേശ ഒരുക്കാൻ പോവുകയാണ്. അങ്ങനെ നിറയണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇനിയൊരു പദം ഞാൻ തൊടുകയാണ്. നിങ്ങൾ ആത്മാവിൽ നിറയാൻ തയ്യാറാകുക. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നിരിക്കുകയാണ്. നിങ്ങൾ ആത്മാവിൽ നിറയുക. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് ഒരു വാഗ്ദത്ത വാക്യമുണ്ട്. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയാണ്, ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 49 വാക്യം, നിങ്ങളോ ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഇതാ നിങ്ങളിലേക്ക് ഒരു പുതപ്പ് വീഴാൻ പോവുകയാണ്. ആ നിറവിന്റെ പുതപ്പ് ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെ നോക്കി കൈമാറുകയാണ്. ഏലിയാവിൽ നിന്ന് എലീശയിലേക്ക് ഒരു നിറവിന്റെ ശക്തി വരികയാണ്. ഏലിയാവ് ഇതാ ആ സെരഫാത്തിലെ വിധവയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവളെല്ലാം അല്പത്തിലാണ് നിൽക്കുന്നത്. അവൾ പറയുന്നു, എൻ്റെ കലത്തിലെ മാവിൽ ഒരു പിടി മാവ് മാത്രമാണുള്ളത്, ഭരണിയിലെ എണ്ണ അല്പം മാത്രമാണുള്ളത്, ആകയാൽ ഞാൻ 2 വിറക് പറക്കുകയാണ്. അവളുടെ ജീവിതത്തിനകത്ത് ശൂന്യതയും മരണവും പറയുമ്പോൾ ഏലിയാവ് കയറിയിട്ട് പറയാണ്, ഇനി യഹോവ ഈ ഭൂമിയിൽ മഴ വയ്ക്കുന്ന നാൾ വരെയും നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, നിന്റെ ഭരണിയിലെ എണ്ണയും കുറയത്തില്ല. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആ നിറവിനായി ഇപ്പോൾ സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ചലിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് അത്ഭുതമായി മാറട്ടെ. ആ നിറവിന് വേണ്ടി ഒന്ന് ഏൽപ്പിക്കാൻ പറ്റുന്നതിനോടെങ്കിൽ ഏൽപ്പിക്കുക. ഇപ്പോൾ ആ നിറവ് നിങ്ങളുടെ മേളിൽ വർദ്ധിക്കാൻ പോകുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ വീട്ടിലെ ശൂന്യതകളെ നിറവാക്കാൻ പോവുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നതിനോടെ സ്വീകരിക്കുക. ഏറ്റവും ആഴത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോസ്തല പ്രവൃത്തിയിൽ വാഗ്ദത്തം അനുസരിച്ച് ഇതാ പെന്തിക്കോസ്ത് നാളിൽ അവരെല്ലാം കൂടി വരികയാണ്, ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ പെന്തിക്കോസ്തിന്റെ ചലനം ഉണ്ടാകാൻ പോവുകയാണ്. ആത്മീക നിലവാരത്തിന്റെ ചലനങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം അതിന്റെ 1-2 വാക്യങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. 2ാമത്തെ വാക്യം, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി, അവർ ഇരുന്ന വീട് മുഴുവൻ നിറച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതാ വാഗ്ദത്തം കേട്ട ദൈവമക്കൾ ഒരുമിച്ച്, അല്ലെങ്കിൽ ശിഷ്യന്മാർ ഒരുമിച്ച് ആ മാളിക റൂമിൽ കൂടി വരികയാണ്. അവർ കൂടി വന്നത് നിറയാൻ വേണ്ടിയാണ്. അവർ ഇതാ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പെട്ടെന്നൊരു കൊടിയ കാറ്റടിക്കുന്നത് പോലെ അവരിരുന്ന വീട് മുഴുവൻ ഇതാ നിറവ് സംഭവിക്കുകയാണ്. അവരിരുന്ന വീട് മുഴുവൻ നിറവ്. ആകാശത്തുനിന്ന് ഒരു വലിയ ശബ്ദം, ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടുകൂടെ അവരിരുന്ന വീട് മുഴുവൻ നിറയ്ക്കുകയാണ്. ആ നിറവിലേക്ക് ഇപ്പോൾ മുതൽ പ്രാർത്ഥിച്ചിട്ട്, എൻ്റെ ഭവനം ഒരു നിറവായിട്ട്, എൻ്റെ ഭവനത്തിനകത്ത് ദൈവിക സന്തോഷവും സൗന്ദര്യവും വെളിപ്പെടേണ്ടതിനായി, ആ മഹത്വത്തിന്റെ നിറവ് സംഭവിക്കേണ്ടതിനായി വാസമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു പ്രാർത്ഥിച്ച കർത്താവെ, അങ്ങയുടെ നിറവിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങയുടെ ആ ബലത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ നിറയുന്നവരോട് അടുത്ത 2 വാക്യങ്ങൾ ഞാൻ കൈമാറുകയാണ്. ഇതാ 3-4 വാക്യങ്ങൾ. അഗ്നിജാല പോലുള്ള പിളർന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തരുടെ മേളിൽ പതിഞ്ഞു. 4ാമത്തെ വാക്യം, എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അടുത്ത പദം പറയാണ്, ആത്മാവ് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിറവിൻ്റെ ഒരു അടയാളമാണ് അന്യഭാഷ. അന്യഭാഷയിൽ നിറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിറയുക. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വാ പ്രസ്താവിക്കുന്നത്. വിശ്വസിക്കാമെങ്കിൽ ആത്മാവിൻ്റെ നിറവ് ഇതാ നിങ്ങളുടെ നാവിലൂടെ വെളിപ്പെട്ട് വരട്ടെ. ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ. വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറഞ്ഞതുപോലെ നദികൾ ഒഴുകുമെന്നുള്ള വചനത്തിൻ്റെ ശക്തിയിൽ ദൈവത്തിൽ നിന്ന് കുടിക്കാൻ. ആർ യു ഹങ്കർ? നിങ്ങൾ വിശക്കുന്നവരാണോ? ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ തയ്യാറാകുക. വിശപ്പോടെ ദാഹത്തോടെ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇപ്പോൾ അത് വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ആത്മാവിൽ നിറയാൻ പോവുകയാണ്. എൻ്റെ കൂടെ വാസമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആത്മീക നിറവ്, ആത്മീക സന്തോഷം നിങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായിട്ട് ദൈവം അവർക്ക് ഉച്ചരിക്കാൻ നൽകിയതുപോലെ അവർ അന്യഭാഷയിൽ സംസാരിക്കുകയാണ്. അങ്ങനെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ആത്മാവിൽ നിറയുന്നവരോട് ഞാൻ വിളിച്ചു പറയാണ്, ആ നിറവിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ നീ പരീക്ഷകളെ ജയിക്കും. നീ ശത്രുവിൻ്റെ തന്ത്രങ്ങളെ ജയിക്കാൻ പോകുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് വന്ന് നിൽക്കുന്ന എല്ലാ ബലഹീനതയും നീ ജയിക്കാൻ പോകുകയാണ്. വാസമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ച് ഞാൻ നിങ്ങളുടെ ഒരു രഹസ്യം കൈമാറുകയാണ്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവൻ പരിശുദ്ധാത്മാവിലാണ് നടത്തപ്പെടാൻ പോകുന്നത്. പൈശാചിക ശക്തികൾ അവനെ തൊടുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിൽ നടത്തി
പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവിൻ്റെ നിറവ് നമ്മിൽ വന്നാൽ ആത്മാവാണ് നമ്മളെ നടത്താൻ പോകുന്നത്. സകല പരീക്ഷകളും ജയിക്കുന്ന ആത്മാവിൻ്റെ ശക്തിക്കായി എത്ര പേർ ആഗ്രഹിക്കുന്നു? ആ നിറവിന് വേണ്ടി എത്ര പേർ ആഗ്രഹിക്കുന്നു? ഈ നിറവ് നമ്മുടെ മേലിൽ വന്നാൽ അടുത്തേതോ മണിക്കൂറുകളിൽ, അടുത്തേതോ ദിവസങ്ങളിൽ ഈ നിറവ് ശക്തിയായി മാറും. നിങ്ങൾ പരീക്ഷകളെ ജയിച്ച് നിങ്ങൾ അടുത്ത തലങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്നവരായിത്തീരും. ഇതേ അധ്യായം എന്ന് പറഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 13-14 വാക്യങ്ങളിലേക്കാണ്. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. 14-ാമത്തെ വാക്യം, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ സ്തുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. നിറവ് ശക്തിയാകാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ പാനപാത്രമോ നിറഞ്ഞ് കവിയും. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ദാവീദ് പറയുകയാണ്, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയാൻ പോവുകയാണ്. നിറവ് ഒഴുകാൻ തുടങ്ങിയാൽ അത് ശക്തിയുടെ പ്രദർശനമാണ്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ മാളിക റൂമിൽ നിറഞ്ഞ പത്രോസിന്റെ നിഴലിന് വേണ്ടി രോഗികളെ കൊണ്ടുവന്ന് കിടത്തുകയാണ്. നിന്നിൽ നിന്നൊരു ഓവർഫ്ലോ വ്യാപരിക്കാൻ പോകുന്നു. നിന്നിൽ നിന്നൊരു നിറവിൻ്റെ ശക്തി വ്യാപരിക്കാൻ പോവുകയാണ്. വാസ്തവമായിട്ട് പരിശുദ്ധാത്മാവിൽ ഉപയോഗിക്കപ്പെടാൻ പോകുന്നവർ ഒരുമിച്ച് ഒന്ന് കണ്ണുകൾ അടച്ച് ഇപ്പോൾ നിങ്ങളുടെ നിരാശകൾ മാറി നിങ്ങൾ അത്ഭുതകരമായ വിടുതലേക്ക് വരാൻ പോകും. മഹത്വം ഉണ്ടായിരിക്കട്ടെ. 2 വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് ഒരു പൊസിഷൻ ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ഇരുന്നപ്പോഴാണ് ആക്സിഡൻറ്റ് പറ്റി നാട്ടിലേക്ക് വരേണ്ടി വന്നത്. അപ്പോൾ തിരിച്ച് വേറെ കമ്പനിയിലാണ് കയറിയത്. അവിടെ എന്താണോ നഷ്ടപ്പെട്ടത് അത് തന്നെ ഇച്ചായനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി അവർ ഇൻ്റർവ്യൂ നടത്തി. അത് 3 ഇൻ്റർവ്യൂവിലും പാസ്സായി. അതേ പ്രോജക്റ്റ് 2 ഇൻ്റർവ്യൂ പാസ്സായി. അതുകൂടാതെ അപ്രൂവൽ എടുക്കാനുള്ള ഇതും പെർമിഷൻ കൂടെ ഹസ്ബൻഡിന് കിട്ടി. അങ്ങനെ 3 ഇൻ്റർവ്യൂ ദൈവം എന്ത് പിശാചെന്ന് തട്ടിക്കളഞ്ഞുവോ അതിൽ 10 മടങ്ങ് അധികമായി 3 ഇൻ്റർവ്യൂ പാസ്സായി. ഇന്ന് ഇച്ചായനേക്കാൾ എക്സ്പീരിയൻസും സാലറിയും ഉള്ളവരുടെ സൂപ്പർവൈസറായിട്ട് നിൽക്കാനായിട്ട് ദൈവം കൃപ നൽകി അനുഗ്രഹിച്ച്. യേശുവിന് നന്ദി. പ്രാർത്ഥിച്ച പാസ്റ്ററിന് ഒത്തിരി നന്ദി. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോട് ഓരോ മക്കൾക്കുമായി പ്രാർത്ഥിക്കുന്നു. വലിയ നിറവ്, വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ നിറവ് സംഭവിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ കരം വെളിപ്പെടുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഓരോ മക്കളും ആ മഹത്വത്തിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇപ്പോൾ ഇവരുടെ മേലിൽ വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, നിങ്ങൾ ഈ വചന സന്ദേശം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ വരുന്ന 12, 13, 14 തീയതികളിൽ പ്രത്യേകമായി നിറവിൻ്റെ പ്രാർത്ഥനകൾ, അത്ഭുതത്തിൻ്റെ പ്രാർത്ഥനകൾ കൊല്ലത്ത് നടത്തപ്പെടുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം. വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോകുന്നു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയാണ്. കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. അതുപോലെ വേഗത്തിൽ തന്നെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്കായിട്ട് വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ദിവസം കാണും വരെയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.